ഞാൻ പറയട്ടെ, ഇത്രയും നല്ല ആഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. എന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു, ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും അങ്ങനെ സിന്ധു കൃഷ്ണകുമാറിന്റെ അമ്മ തന്നെ രംഗത്തെത്തിക്കുകയാണ്. അതിനു മുമ്പ് തൻവിയുടെ കുറച്ച് കാര്യങ്ങൾ. തൻവിയുടെ അമ്മ എന്തുകൊണ്ട് തൻവി സ്വന്തം പെറ്റ അമ്മയെ അവഗണിക്കുന്നു, അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം തൻവി ഉണ്ടായത് പിന്നെ അവർ വേർപിരിയുന്നു, ഭാര്യയും ഭർത്താവും. ഈ തൻവിയുടെ ഒരു ചെറിയ നാപ്പി മാറാൻ പോലും ഈ അമ്മ സഹായിച്ചിട്ടില്ല. അമ്മ എപ്പോഴും ഈ കുഞ്ഞിനെ അവഗണിച്ചുകൊണ്ടിരുന്നു. ചേച്ചിയുടെ മക്കൾക്ക് യാത്രകൾ പോകുമ്പോൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു. പക്ഷേ സ്വന്തം മകളെ എപ്പോഴും അവളുടെ സ്വർണം, അവളുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയുടെ പകുതി എല്ലാം അവരെ അപഹരിച്ചു കൊണ്ടുപോയി. പക്ഷേ മകൾ എന്നുള്ള നിലയ്ക്ക് അവർ യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. ഇനി തൻവി അച്ഛൻ്റെ മരണശേഷം അമ്മ ബാംഗ്ലൂരിൽ രണ്ടാമത്തെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പം താമസിക്കുമ്പോൾ ഒരു അഭയം പോലെ അവിടെ ചെന്നിട്ടുണ്ട്. ഒരു 6 7 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, നീ ഇവിടെ എൻ്റെ മോളാണെന്ന് പറയേണ്ട, ചേച്ചിയുടെ മോളാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ദയവ് ഇത് ഞാനിവിടെ ഫസ്റ്റ് മാരേജ് ആണെന്നാണ് എല്ലാവർക്കും അറിയാം, എനിക്ക് എൻ്റെ സെക്കൻഡ് മാരേജിൻ്റെ കഥയൊന്നും ഇവിടെ പറയരുത് എന്ന് പറഞ്ഞ് വേഗം തിരിച്ചയച്ചു എന്നുള്ളതാണ്. ഒരു പ്രസവിച്ച അമ്മ ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാതെ എൻ്റെ ചെറിയമ്മ അല്ലെങ്കിൽ എൻ്റെ ചിന്നമ്മ സൂപ്പറാണ്, ഞങ്ങളോട് സൂപ്പറാണ്, സ്വന്തം മകളോട് ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരു ചിന്നമ്മയെ നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ചേച്ചിയുടെ മകൾ ഗ്ലോറിഫൈ ചെയ്യാണ്, സൂപ്പറാണ്. ഈ ചേച്ചിയുടെ മകൾ തന്നെ ഈ ചിന്നമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കൊരു വിവാഹം ഉണ്ടാകുമ്പോൾ, ഈ അഹാനയ്ക്കൊരു വിവാഹം ഉണ്ടാകുമ്പോൾ അതിന് അവളെ വിളിക്കരുത് എന്നുള്ളത് അവരുടെ കുടുംബ വഴക്കിൻ്റെ ഇടയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്ന് തൻവി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് വാക്കുകൾ കേൾക്കാം തൻവിയുടെ. നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം, ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എൻ്റെ കല്യാണം, എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണവും എല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്കിടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എൻ്റെ കാതൊന്നും അത് വീണ് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ പോലും മേടിക്കാനുള്ള സമയമില്ലായിരുന്നു, സാഹചര്യം. ഇത് ഏതൊരു കമ്മലാണ്, അത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പം എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. ഞാൻ ഒരു സെക്കൻഡ് ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ അമ്മൂമ്മ വർഷങ്ങൾ അപ്പൂപ്പൻ പണ്ട്, ഞാൻ പറയാം, അമ്മൂമ്മ പണ്ട് അമ്മൂമ്മയുടെ ഗോൾഡും കാര്യങ്ങളെല്ലാം വിറ്റാണ് അപ്പൂപ്പനെ. ഇനി ഇവരുടെ സ്വത്തിൻ്റെ പശ്ചാത്തലം. ഈ അമ്മൂമ്മയുടെ ചെറുപ്പത്തിൽ അവർ വിവാഹിതരായ ഉടനെ അമ്മൂമ്മയുടെ ഗോൾഡ് വിറ്റിട്ടാണ് അപ്പൂപ്പൻ ഗൾഫിലേക്ക് പോകുന്നത്. രണ്ടുപേരും ഏറ്റവും മോശം കുടുംബ സാഹചര്യത്തിൽ നിന്ന്, അതായത് തീരെ പട്ടിണി അങ്ങനെയുള്ള സാധാരണ കുടുംബത്തിൽ നിന്ന് കയറി വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മൂമ്മയ്ക്ക് കിട്ടിയ തുച്ഛം ഗോൾഡ് അന്നത്തെ കാലത്ത് വിറ്റ് ദുബായിലേക്ക് പോകുന്നു അദ്ദേഹം. മാക്സിമം പൈസ അവിടെ നിന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നു. ഈവൻ ചെറിയ മുട്ടുസൂചി പോലും കളക്ട് ചെയ്യുന്ന അത്ര സമ്പാദ്യശീലമുള്ള ആളായതുകൊണ്ട് അവർക്ക് അത്യാവശ്യം ഫെയർലി ആയിട്ടുള്ള കുറച്ച് വരുമാനം, സ്വത്ത്, 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചേക്കാനുള്ള സ്വത്ത്, ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, അദ്ദേഹം മരിക്കുമ്പോൾ ഈ വീടും ഒരു 30-35 ലക്ഷം രൂപയോളം, അത് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലം വിറ്റ പൈസയാണ്, അത് ഈ അമ്മയുടെ പേരിലിടുന്നു. അമ്മയ്ക്ക് അതിന് ഏകദേശം ഒരു 18,000 രൂപയോളം കിട്ടുന്നു. അപ്പോൾ 30-35 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ ദേഷ്യത്തിൻ്റെ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണകുമാറിൻ്റെയും അവരുടെ അനിയത്തിയുടെയും ഈ അമ്മയോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം. അപ്പൂപ്പൻ, അതായത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ വീട് മുഴുവൻ ഇവരുടെ പേരിലാക്കി. ഒരു 30-35 ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് ഇവരുടെ പേരിലിട്ടു. താൻ മരിച്ചു പോയാലും അവർ ബുദ്ധിമുട്ടരുത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നോമിനിയായിട്ട് വെച്ചിട്ടുള്ളത് നമ്മളുടെ തൻവിയെ തന്നെയാണ്. അപ്പോൾ പിന്നെ അവരെ ശരിക്കും ആരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമോ? ഈ സ്വത്തിന് ഇങ്ങനെ കിടന്ന് ആക്രാന്തം കാണിക്കുന്ന പെൺകുട്ടികൾ. അതിൻ്റെ ഇടയിൽ ആ അമ്മ പറയുന്നുണ്ട്, ഈ തൻവിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നതൊക്കെ വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അഹാന അമ്മൂമ്മയെ സ്നേഹിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകൾ തൻവി പുറത്തു വിടുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച്
കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണതെന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you എനിക്ക് കള്ളം എൻ്റെ കൊച്ചാണ് സത്യം ദഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കണമെങ്കിലുണ്ടോ, ഞാൻ അഹാനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയാം. അഹാനയുടെ അമ്മൂമ്മ രംഗത്ത് വന്നിട്ടുണ്ട്, സിന്ധുകൃഷ്ണയുടെ അമ്മ. അവർ പറയുന്നുണ്ട് 3 വർഷം മുമ്പ് വരെ സിന്ധുകൃഷ്ണനെ നന്നായി നോക്കിയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സിന്ധുകൃഷ്ണയുടെ അച്ഛന് അസുഖം ആവുന്നവരെ അവരെ രണ്ടുപേരെയും നന്നായി അവർ ടേക്ക് കെയർ ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്നുള്ള ചിന്തയില്ല ഞായിരിക്കും. എന്തായാലും ഗ്രാൻഡ് മദറിനെ അവർക്ക് തീരെ ഇഷ്ടമല്ല, ഗ്രാൻഡ് പയെ അവരൊരുവിധം സഹിച്ചിരുന്നു. ഈ അമ്മ സ്വന്തം പ്രസവിച്ച അമ്മ അവരുടെ സ്വന്തം പെറ്റമ്മയാണ് കേട്ടോ, രണ്ടാനമ്മയൊന്നുമല്ല. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മ ഇത്രയും പ്രകോപനത്തോട് കൂടിയിട്ട് ഒരു പേരക്കുട്ടിയെ തെറി പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ നമുക്ക് എതിരെ ഒരാൾ നെഗറ്റിവിറ്റി പറയുമ്പോൾ ഈവൻ ഒരു അടി തന്നാലോ അല്ലെങ്കിൽ ഒരു 4 വർത്താനം തിരിഞ്ഞെന്ന് പറഞ്ഞാലോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇത്തിരി പോകുന്നൊരു അതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടാണല്ലോ അത് ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും ആ അമ്മയുടെ ഒരു ഗതികേട് കാണണം. വയസ്സായി ഒരു 75+ ആയിട്ട് ഇത്രയും ഫേമസ് ആയിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന KK ഫാമിലിയിലെ മൂത്ത മകളായ സിന്ധുകൃഷ്ണയ്ക്കെതിരെയും അവരുടെ മൂത്ത മകളായ അഹാനയ്ക്കെതിരെയും ഇങ്ങനെ സ്വന്തം അമ്മൂമ്മ രംഗത്ത് വരിക എന്ന് പറയണത് തന്നെ ഏറ്റവും നമ്മൾ ഇവരൊക്കെ ഭയങ്കര ഫാമിലിയാണ്. അയ്യോ വലിയ ആൾക്കാരാണ്, വലിയ സെലിബ്രിറ്റീസാണ്, ഈവൻ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഗസ്റ്റുകളായിട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ മിനിമം ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ ഒരു പെറ്റമ്മ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരെ പറ്റി ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എത്ര വേദനിച്ച് ആയിരിക്കും അല്ലേ? അവർ ചിലപ്പോൾ വയസ്സുകാലത്ത് തെറി പറഞ്ഞിട്ടുണ്ടാവും, പേരക്കുട്ടികളെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ ആ ഒരു വയസ്സ് ആകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലും മൂഡിലും ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ ഉണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തോടെ ആ വയസ്സായ ഗ്രാൻഡ് പാരൻസിനെ അംഗീകരിക്കുമ്പോഴാണ് ഇവർ ഏറ്റവും നല്ല ചെറുമക്കളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പേരക്കുട്ടികളായിട്ട് മാറുന്നത്. അതിന് പകരം ഈ ഒരു അമ്മയെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് കരയിപ്പിച്ച് അതിൻ്റെ സങ്കടം പറയിപ്പിക്കുന്നതിന് എന്തവസ്ഥ എന്നാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയാം. എന്തായാലും അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞോ. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി ഇവളെ എന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി,
വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്ക്. ഓരോ ആക്ഷനും എതിരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു അടിയോ അല്ലെങ്കിൽ നമ്മളുടെ നേരെ ഒരാൾ അസഭ്യോ ചൊരിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടാവും. ആ അമ്മ എന്തിനു തെറി പറഞ്ഞു എന്നുള്ള കാര്യത്തിനെ പറ്റി അമ്മ ഒന്ന് പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറയണം. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. വിരോധാഭാസമായിട്ട് തോന്നിയത് ഇവർക്ക് ഗ്രാൻഡ് പേയോട് സ്നേഹമാണ്, ഗ്രാൻഡ് മേയോട് സ്നേഹമില്ല. എന്തായിരിക്കും കാരണം? തൻവിക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കണമെന്ന് ഗ്രാൻഡ് മേയുടെ ഒരൊറ്റ ആവശ്യമാണ് ഗ്രാൻഡ് പ അങ്ങനെ ചെയ്യാൻ കാരണം. എങ്കിലും ചില പ്രതീക്ഷകൾ അദ്ദേഹം മരിക്കണവർ ഇനി ബില്ലിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണ്. ഇനി അവിടെ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് സലീം കുമാർ ചോദിച്ച പോലെ അതിന് വേണ്ടിയിട്ട് സിന്ധുകൃഷ്ണ കുറച്ച് മെനക്കെട്ട് നടന്നു അച്ഛനെ നോക്കിയിട്ട്. അതില്ല. അച്ഛനെ ഇനി അഥവാ വളരെ സ്നേഹം കൊണ്ട് നോക്കിയാലും ഈ അമ്മയെ എന്തുകൊണ്ട് തിരസ്കരിച്ചു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഇനി അന്ന് അച്ഛൻ മരിച്ച ദിവസം വീട് ചെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നൊക്കെ ആഹാന പറയുന്നുണ്ടല്ലോ. അവിടെ കുറേ ഡബ്ബകളുടെ ശേഖരം ഉണ്ടായിരുന്നു. അതൊക്കെ വയസ്സുകാലത്ത് ഓരോ മനുഷ്യർക്ക് തോന്നുന്ന കൗതുകമാണ്. വേറെ ഒന്നിലും അവർക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ അതിന് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡബ്ബ കളക്ഷൻ, നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ പോലെ, അത്രയേ ഉള്ളൂ. ഇനി മരിച്ചതിന് ശേഷം സഞ്ചയനത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായ ചില പുകിലുകൾ ആ അമ്മ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് കേൾക്കാട്ടോ. കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി എൻ്റെ മോള്.
അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെയാ പറഞ്ഞു? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചെടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ച് കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കേൾക്കുന്ന കാര്യം സിന്ധുകൃഷ്ണയുടെ അച്ഛൻ സിന്ധുകൃഷ്ണയുടെ അമ്മയോട് പറയണം, നമ്മുടെ മകളെ പോലെ ഇങ്ങനെ ഒരു വഞ്ചകി ഈ ലോകത്തുണ്ടാവില്ല. ഹോം നേഴ്സിന്റെ മുമ്പിൽ നിർത്തിയിട്ട് തന്നെയാണ് പറയണത്. അതിന്റെ കാരണം ഈ അമ്മയില്ലായിരുന്നെങ്കിൽ അവരുടെ അച്ഛനോട് പറയാണ്, ഡാഡി നിങ്ങളെ ഞാൻ നോക്കിയാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട്. പക്ഷെ അവളുണ്ടല്ലോ, അവൾ ചത്ത് തൊലഞ്ഞ് ഉണ്ടായെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിയേനെ. അവളുള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റാത്തത്. എന്ത് ക്രൂരമായിട്ടുള്ള വാക്കുകളാണ് അല്ലേ. പിന്നെ ഇന്നലെ നമ്മളുടെ അഹാന പറഞ്ഞല്ലോ, അഹാന ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഡാഡി എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു ഗ്രാൻഡ് പാ, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് വല്ല അൽഷിമേഴ്സ് വന്നോന്ന് അറിയില്ല. എന്തായാലും ഊട്ടിയിലെ ഗുഡ്ഷപ്പേർഡ് സ്കൂളിൽ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്റ്റാൻഡേർഡിൽ ഇവരെ 4 പേരെയും പഠിപ്പിച്ചത് ഗ്രാൻഡ് പേ ആണെന്നുള്ള സത്യം പുറത്തു വന്നു. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം കൊടുത്തു. ഇവർ പറഞ്ഞല്ലോ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന്. മോള് പഠിച്ചത് ഗുഡ്ഷപ്പേർഡ് സ്കൂളിലാണോ? അതെ. അതിൻ്റെ ഫീസ് അടച്ചേർന്നത് ഗ്രാൻഡ് പേ ആണോ? അതെ. എന്നാൽ പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ കാര്യം മാത്രം എങ്ങനെ മനസ്സിൽ നിന്നു, ബാക്കിയുള്ളതൊക്കെ എങ്ങനെ മറന്നുപോയി? മേ ബി ആൽഷിമേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം. എന്തായാലും നമ്മൾക്ക് ബാക്കി കൂടി കാണാം ആ അമ്മ പറയുന്നത്. എന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ ഗുഡ്ഷപ്പേർഡ് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ, കാരണം ഞാൻ ഇട്ടയക്കണ പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം. വീട്ടോട്ട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല. കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ.
ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മ കരയല്ലേ അമ്മമ്മ, കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിന്നതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം പല മുഖംമൂടികളും അഴിഞ്ഞു വീണ ഒരു കാഴ്ച അല്ലേ. സത്യം പറഞ്ഞാൽ കേട്ടിട്ട് പേടിച്ചു പോകുന്നു. സമൂഹത്തിൽ പൈസ ഇല്ലാത്ത കുറേ പേരൻസ് ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അതിനെ ന്യായീകരിക്കാം. മക്കളുടെ കയ്യിൽ പൈസയെങ്കിലും ഇല്ല നിൽക്കാം. ഇത് ഇഷ്ടം പോലെ പൈസ, വ്ളോഗ്, അങ്ങനെ യൂട്യൂബ്, അവരുടെ ഒരു ഡിജിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ അല്ല, അത്ര അധികമാണ്. എന്നിട്ടും ഇത്രയും പൈസ ഉണ്ടായിട്ടും ഇനിയും ഞങ്ങൾക്ക് സ്വത്ത് എഴുതി വെച്ചില്ല എന്നുള്ള പേരിൽ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം ഗ്രാൻഡ്മയെ ഇത്രമാത്രം പീഡിപ്പിച്ച് ഇത്രയും തെറി പറഞ്ഞ് ഈ ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നവരെ ആദ്യം തന്നെ തല്ലണം. എന്തിനാ ഫാമിലി ഗ്രൂപ്പ് ഇങ്ങനെ തെറി വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനാ? ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡീസൻറ്റ് സംസ്കാരം നല്ല വ്ളോഗിലൂടെയൊക്കെ ഭയങ്കര വിനയപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇവർ ഇത്രയും കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ചയാണെന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതാണ്. ഒരമ്മ ഒരു 75-76 വയസ്സിൽ ഇങ്ങനെയൊക്കെ തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി രംഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ എത്രമാത്രം അവർ സഹിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാം. എന്തായാലും അവർ പ്രസവിച്ചിട്ട മകളാണല്ലോ, അതല്ല എൻ്റെ രണ്ടാനമ്മയാണെന്നൊന്നും സിന്ധു കൃഷ്ണകുമാറിന് പറയാൻ പറ്റില്ല. അവർ വേദനയോടെ പ്രസവിച്ച് ഒരു പ്രായം എത്തുന്നവരെ എല്ലാ രീതിയിലും വളർത്തി മലവും മൂത്രവും ഒക്കെ കോരി കഴിപ്പിച്ചും കുളിപ്പിച്ചും ഒരു അമ്മയുടെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചിട്ടാണ് അവർ ഈ 2 പെൺകുട്ടികളെ വളർത്തിയത്. എന്നിട്ടും ആ രണ്ടാമത്തെ മകളുടെ മകളാണ് അവർക്കിപ്പോൾ ഈ വയസ്സ് കാലത്ത് സാന്ത്വനമായിട്ടുള്ളത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ കുട്ടി പറഞ്ഞത് കാണണം. അതായത് മൂത്ത അവർ കെയർ ടേക്കറായിട്ട് ജോലിക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഈ വയസ്സായവരുടെ നാപ്പി മാറ്റണം, അവരുടെ നിന്ന് അടി കൊള്ളണം, മാന്ത് കൊള്ളണം, പിച്ചു കൊള്ളണം. അപ്പോൾ അവർ അനുഭവിച്ച ട്രോമ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പെറ്റമ്മ അവരെ അവഗണിച്ചത് കൊണ്ട് അതിൽ നിന്ന് ഒരു രക്ഷകയായിട്ട് വന്നത് ഈ ഗ്രാൻഡ്മയാണ്. ആ ഗ്രാൻഡ്മയ്ക്ക് ഇപ്പോൾ രക്ഷകയായിട്ട് വരുന്നത് ആ പേരമകളാണ്. അവർ പരസ്പരം സ്നേഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.